എന്ത് വലുതമ്മ ഇത്? എപ്പോഴും വന്നിവിടെ ഇരിക്കണേണ്. ഇല്ലേ സരിതേ, സരിതേ, ഒന്ന് മറന്നുപോയി എവിടെ വന്നിരിക്കാൻ. കഷ്ടായിപ്പോയി. പരാതിപ്പെട്ടി തുറക്കുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് കാത്തുകെട്ടി ഇരിക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നടന്നില്ല. നടന്നാലേ ഇവിടെ എത്തുള്ളൂ. നടക്കാത്ത നേരത്തെ വന്നിരിക്കാന്ന് വെച്ചാൽ നടന്നില്ല. എന്ത് മീൻ! ഓ മൈ ഗോഡ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാതാ? ഇതെന്റെ കയ്യില് തികയൂലമ്മ, അത്ര വലുതാണല്ലോ. എന്ത് വലുതമ്മ ഇത്? എന്റെ അമ്മച്ചി, ഞാൻ വാങ്ങിച്ചാൽ ഇതുവരെ ഇത്രയും വലുതില്ല. ഞാൻ എന്തായാലും അമ്മ എന്തെങ്കിലും മീനം കൊണ്ടായിരിക്കും എന്നെന്ന് വെച്ചാൽ ഇതേ ഉരുളിയൊക്കെ എടുത്ത് വെച്ച്. അതെന്തായാലും നന്നായി. എന്ത് ഉരുളി വെച്ചതാ അല്ലേ? അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതിപ്പോ എന്താ ചെയ്യണ്ട അമ്മായി? ഇത് എന്തായാലും കറി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇങ്ങനെയുള്ള ചെമ്മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കറി വെക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ സെറ്റാക്കൂലേ. അമ്മയുടെ വിചാരം എന്താ? ഞാൻ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കണമെന്നാണ് അമ്മയുടെ വിചാരം. അല്ല, വെട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഗഹനമായി നിന്ന് ചിന്തിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്താ പറ്റും. ഇതൊക്കെ ഇരുന്ന് ചിന്തിക്കലാണ് എൻ്റെ പരിപാടി. അല്ലേ? അപ്പോഴേ ഇതിന് വേറൊന്നും വേണ്ടേ? ഇതിന് വേണ്ടത് വെളുത്തുള്ളി. വെളുത്തുള്ളി മാത്രം മതി. വെളുത്തുള്ളി മാത്രം മതിയോ? ബാക്കിയൊക്കെ ഞാൻ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തോളാം. ഓക്കെ ഓക്കെ. അപ്പം അമ്മായി വെക്കോ? ശരി.
കൂട്ടത്തിൽ ചെറുത് ഏതാണ് ഞാൻ അതാണ് നോക്കി വെച്ചത്. ഇഞ്ചി ചായ. ഇഞ്ചി ചായയിൽ നാരങ്ങ ഒഴിച്ചിട്ടില്ല. നമ്മുടെ ക്രിസ്മസിന് തരുന്ന പ്ലം കേക്ക് ഇഷ്ടം. അത് നോർമലായി അല്ലേ? കുഴപ്പമില്ല. ഓടാ കഷ്ടായിപ്പോയി. ചായക്ക് ഒട്ടും മധുരമില്ലാണ്ടായിപ്പോയി ഇത് കഴിച്ചപ്പോ. നമ്മൾ രണ്ടുപേരും മാച്ച് ബ്ലൗസ് ഇല്ല ഏകദേശം. ഇത് പച്ചയാണ്. ഞാൻ ആദ്യം വിചാരിച്ച നീലയാണ്. ചാട മധുരം പോയല്ലേ കേക്ക് കഴിച്ചപ്പോ. ഇഞ്ചിയുണ്ട്. ഞാൻ ഇഞ്ചി കൂടുതൽ ഇട്ടതാ. ചെമ്മീനല്ലേ, ഗ്യാസ് ഒന്നും കയറണ്ടെന്ന് വിചാരിച്ചു. എന്താ വെളുത്തുള്ളിയാ? വെളുത്തുള്ളി മാളു ചെറുതാക്കിയതിനേക്കാളും ചെറുതായിട്ടില്ലേ? ഇല്ലേ ആക്കിയിട്ടില്ലേ? ഇനി അവള് വരുമ്പോ അമ്മായി പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവള് ഇതിന് മാത്രം ഭയങ്കര പൊങ്ങച്ചാണല്ലോ. നിന്റെ പൊങ്ങച്ച നിർത്തടി. ഇതിലും നന്നായിട്ട് ചെറുതാക്കിയിട്ട് അവളതിന് ഞാൻ കണ്ടെന്ന് പറയണം കേട്ടോ. പറയണം. ഇനി ആ സമയത്ത് മറന്നുപോയിന്ന് പറയോ? അപ്പോഴും ഞാൻ നോക്കാം എനിക്ക് എന്തിനാണെന്ന്. അമ്മായിക്ക് ഈയിടെയായിട്ട് കുറച്ച് അഹങ്കാരം കുറച്ച് കൂടുതലാണ്. തന്നെയല്ലേ? നിന്റെ ആഹാരം കഴിച്ച അഹങ്കാരം വന്ന്. ആഹാരം കഴിച്ച എല്ലാവർക്കും വയറ് വരും, എനിക്ക് കൊളസ്ട്രോള് വരും, ഷുഗർ വരും. വന്നു. അമ്മായിക്ക് അഹങ്കാരം. അഹങ്കാരം. എന്താ ഇത്? മഞ്ഞ സാധനം. ഓറഞ്ചിന്റെ തൊലി. നീ എന്തിനൊക്കെ ചപ്പും ചോറും അല്ല എനിക്കറിയാൻ വയ്യാത്ത ചോദിക്കുന്നു. ചപ്പും ചോറും അതിലെന്താ ഒരു കറുപ്പ്? അത് ഉറുമ്പ്. പണ്ടുള്ളവര് പറയില്ല ഉറുമ്പിനെ തിന്നാ കണ്ണിന് എന്താണ് കണ്ണിന് കാഴ്ച കൂടുന്ന്. അമ്മയുടെ കണ്ണിന് ഇപ്പൊ എന്തായാലും കാഴ്ചയില്ലാതെ നിൽക്കുക. അമ്മ ഉറുമ്പിനെ കഴിച്ചു. എനിക്ക് നല്ല കാഴ്ചയുണ്ട്. അപ്പൊ ഞങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളപ്പോ ആ കള്ളത്തരം പറയണത്. അതെ. ഉറുമ്പിനെ കണ്ടിട്ട് ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ഒരു തട്ടിപ്പല്ലേ അത് അല്ലേ? അതെ അതെ അതെ. ഉറുമ്പിനെ കാണുമ്പോൾ നമ്മൾ ആരും ഭക്ഷണം കഴിക്കൂല. അപ്പത്തേക്കും കണ്ണിന് കാഴ്ച കിട്ടും എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അത് ഈ ഉറുമ്പല്ല. ഏത് ഉറുമ്പാണെങ്കിലും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. പറയും. ഞങ്ങൾ അനാവശ്യമായിട്ട് ഇനിയും പറയും. നിങ്ങളെ തീറ്റിക്കുകയും ചെയ്യും ഉറുമ്പിനെ. അറിയാം, അടവൊക്കെ നന്നായിട്ട് അറിയാലോ. പാഴ്സൽ കുറച്ച് മതി, ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അമ്മ ഇതൊന്ന് ഇറക്കാവോ? ഇത് ഇറക്കുക മതി. നല്ലതായി. കുരുമുളക് പൊടി ഇച്ചിരി മതി. ഇച്ചിരി മതി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഇട്ട് എടുത്തോ. ഓക്കെ എടുത്തോ മാറ്റിക്കോ. മാറ്റി ഇവിടെ വെച്ചോ. ഇതിന് മുളക് പൊടിയൊന്നും വേണ്ട. ഇത്രേ ഉള്ളൂ. മല്ലിച്ചീര എടുത്തിട്. മല്ലിച്ചീര എണ്ണ ചൂടായിരിക്കുമ്പോ മല്ലിച്ചീര ഇട്ടാ അതിന് വേറെ രുചിയായിരിക്കും. ഇത് തണുത്തതിന് ശേഷം മല്ലിച്ചീര ഇട്ടാ അതിന് വേറെ രുചിയായിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നല്ല രുചി ഏതാണ്? തണുത്തതിന് ശേഷം ഇടുന്ന രുചിയാണ് നല്ല രുചി. നമുക്കൊരു ട്യൂഷൻ ക്ലാസ് ശരിയാക്കിയാലോ? എന്തിന്? ഞാൻ തന്നെ പോരെ. ടീച്ചറ് 5-6 കുട്ടികളെ ഞാൻ സംഘടിക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മല്ലിച്ചീര ഇടാം. നമുക്കിപ്പോൾ പോയിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വരാം. അമ്മയൊരു അല്ല ഞാൻ തന്നെ പോവാം. എന്തായാലും ദോശക്കല്ലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ സ്നാക്സും കൊണ്ടുവരാം. അമ്മ വെക്കോ കേട്ടോ.
മുസാമ്പിയ. മുസമ്പി അല്ല, ഓറഞ്ചും അല്ല. ഇതിനൊരു പേര് പറയുമോ അമ്മായി? പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെല്ലാവരും ഓറഞ്ച് എന്നാ പൊതുവേ പറയുക, പക്ഷെ ഓറഞ്ച് എന്നല്ല ഇതിൻ്റെ ശരിക്കുള്ള പേര്. മറന്നുപോയി. മാളും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. പുളിയില്ല, മധുരവും ഇല്ല. അതിനാണ് ഞാൻ നീ കഴി. കണ്ടാ വെച്ചോ. എന്നിട്ട് അതിൻ്റെ പടലി കൊണ്ടുവച്ച് മുക്കണ എന്തിന്? താഴെ ആവണ്ട, എൻ്റെ കണ്ണിലും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ വീഴുകയാണെങ്കിൽ ആ ഓറഞ്ചിൽ വീഴട്ടെ എന്ന് വിചാരിച്ച്. അടിച്ചു വിട്ടു. മുക്കി ഇത്രയും ഇതും തിന്നു. കഴിക്ക്. ഞാൻ പൊളിക്കും, ഞാൻ നോക്കിക്കോ. വേണ്ട, എനിക്ക് ശരിയാവില്ല. ഭയങ്കര ടേസ്റ്റ് അമ്മായി. എനിക്ക് വലിയ ടേസ്റ്റൊന്നും ഇഷ്ടമില്ല. അന്ന് പറഞ്ഞ് നീ ഉണ്ടാക്കണ ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞതോ? ഞാൻ വേണമെങ്കിൽ നാളെ വേണമെങ്കിലും പോവാം. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പം എനിക്കെന്ത്? അങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഇന്ന് പിരിവെട്ടിയിരിക്കുകയാണ്. കുറേ ദിവസം കൊണ്ട് വഴക്ക് വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ പോണത്. ഞാൻ പറഞ്ഞത് ഇപ്പം എന്താ? ഞാൻ പറഞ്ഞത് നിന്റെ ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ടാണ് ഞാനിവിടെ നിന്ന് പോയത് എന്ന് പറഞ്ഞായിരുന്നു. ആണോ അല്ലയോ? വന്ന സമയത്ത് ശരി തന്നെ. ആ ഇപ്പം എന്താ നേരെ തലതിരിച്ച് പറയണേന്ന് ഞാൻ ചോദിച്ചു. അല്ലാണ്ട് ഇവിടുന്ന് പോകാനല്ല അപ്പം പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പലതും പറയും. അന്തിപ്പല്ലി പലതും ചളയ്ക്കും. അത് ശരി, അവനവൻ തന്നെ പറഞ്ഞില്ലേ? അത് ശരി. എന്താ ഞാനിവിടെ മുറിച്ച് വെച്ചിരിക്കണേ, കഴിക്കേ. ഇനി മതി. ഓ മനസ്സിലായി. ചെമ്മീൻ കഴിക്കാനുള്ള വയറ് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കണം അല്ലേ? അതെ അതെ അതെ, കറക്റ്റ് അല്ലേ? അമ്മായി, നമ്മുടെ ചെമ്മീനും കൂടെ എടുത്തോണ്ട് വരോ? ചെമ്മീന? അതെ അതെ, ചെമ്മീൻ. അമ്മായി ഇത്തിരി ബട്ടർ ദീ സൈഡിൽ വെച്ചോ. ഒരു 2 ചെമ്മീൻ ഇടാൻ പറ്റുന്ന രീതിയിൽ. ഒരുപാട് വേണ്ട കേട്ടോ അമ്മായി, കാരണം ഇത് തന്നെ ഓൾറെഡി ബട്ടറാണ്. ചട്ടി ഒന്ന് നനയാൻ വേണ്ടി മാത്രം.
അമ്മ ഇങ്ങനെ അമർത്തി അമർത്തി കൊടുത്തു അമ്മായി. കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി, അവിടെ തീയില്ല ഇങ്ങോട്ട്. നീക്കി വെക്കാൻ എണ്ണം കൂടെ പോണത്, അതാണ് ഞാൻ നീക്കാത്തത്. അല്ല അതപ്പം അങ്ങനെ അമർത്തി അമർത്തി കൊടുക്കും. പാത്രം എടുത്തുകൊണ്ട് വരാം ഇത് പകർത്തി ഇടാനായിട്ട്. മാറോമ്മ എടുത്തെടുത്ത ഇതായിട്ടാണോ? ആ പിന്നെ പേടിച്ചു പോയി. താഴെ വീണെന്ന് വിചാരിച്ചു. താഴെ വീണെന്ന് വിചാരിച്ചു. പിടിക്കും. അയ്യോടാ, ചില്ലി ഫ്ലേക്സ് ഇട്ടില്ല. ആ സാരില്ല, എരിവില്ലാത്ത അമ്മായി കഴിച്ചോട്ടാ. ഓക്കെ, അതിന്റെ പുറത്ത് സ്ഥലം ഇടാ. ഉണ്ടോ? ഇതായി കഴിഞ്ഞോ? ഉണ്ടോ? അതിന്റെ അകത്തിട്ടോട് മറ്റേ ഇതെടുത്ത് കഴിഞ്ഞിട്ടേ അതങ്ങനെ നടുക്കോട്ട് നീക്കിയിടാം. ഇതാവട്ടെ. അല്ല ചില്ലി ഫ്ലേക്സ് അത് ഇട്ട് കൊടുക്കാനേ.
അത് മതി. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊക്കെയാണ് ആലോചിച്ചോണ്ടിരിക്കുക. എന്തായാലും ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ തലേന്നേ തുടങ്ങത്തുള്ളൂ. ഞാൻ. കാരണം എനിക്ക് തലയാണ് ഇഷ്ടം. തലയിലാണ് മോളെ ബുദ്ധി ഇരിക്കണത്. ഇഷ്ടപ്പെട്ടാ? അതൊക്കെ തല മണ്ടക്കൻ തല ഇല്ലേ? മണ്ടക്കൻ തല. നമുക്ക് 2 കൈയൊക്കെ ഉപയോഗിക്കേണ്ടി വരും കേട്ടാ, ചെമ്മീൻ കിളുന്ന പോലെ. മാംസം പൊളിച്ചാൽ മതി. തലയുടെ ഭാഗം കഴിച്ചപ്പോഴാണ് രുചി അറിയാൻ പറ്റിയില്ലായിരുന്നു. മാംസം കഴിച്ചപ്പോൾ സൂപ്പർ. ടൊമാറ്റോ സോസ് കൂടെ എടുക്കണമായിരുന്നു. ഒരു കാര്യമുണ്ട്, നമ്മുടെ കൊഞ്ച് എപ്പോഴും ചെറുതാ ടേസ്റ്റ് അല്ലേ? അപ്പൊ ഇതിന് ടേസ്റ്റ് ഇല്ലെന്നാ പറയണേ. ഇത് ചെറുത് ചെയ്തിരുന്നാൽ കുറച്ചുകൂടെ പൊളിയാനാ. അങ്ങനെ